السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ഏറെ ബഹുമാന്യരായ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം നന്മകൾ കൊണ്ട് ധന്യപ്പെടുത്തണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ സർവോപരി നിങ്ങളെ ഏവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു സാഹചര്യം, പരിശുദ്ധ റമദാനിൻ്റെ അവസാന 10 ദിനങ്ങളിലേക്ക് നമ്മൾ കടന്ന് അതിൻ്റെ പുണ്യങ്ങൾ കൊയ്തെടുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഞാനും നിങ്ങളും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിശ്വാസി എന്ന നിലക്ക്, അല്ലാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ എന്ന നിലക്ക് അനിവാര്യമായിക്കൊണ്ടും ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും, എല്ലാ മുസ്ലിമീങ്ങൾക്കും, എല്ലാ മുഅ്മിനീങ്ങൾക്കും ദീന് പഠിക്കുക എന്നുള്ളത് എന്താണ്? നിർബന്ധ ബാധ്യതയാണ്. അഥവാ നമുക്ക് കാണുവാൻ സാധിക്കും, തൊലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ദീന് അഥവാ ഇൽമ അന്വേഷിച്ചു പോകുക, അത് നേടിയെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമാണ്. ഇനി 2 രൂപത്തിലാണ് ഒരു മനുഷ്യന് ഇൽമ് അഥവാ അറിവുകൾ ശേഖരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആദ്യമായിക്കൊണ്ട് സാധാരണ രീതിയിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഇൽമുകൾ, അതിൽപ്പെട്ടതാണ് കലിമത്ത് തൗഹീദായ ലാ ഇലാഹ ഇല്ലല്ലാഹയും, അതുപോലെ തന്നെ ഷഹാദത്ത് കലിമയെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ നമസ്കാരത്തെക്കുറിച്ചുള്ള അറിവ്. ഇത്തരത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. രണ്ടാമത് മറ്റൊരു കാറ്റഗറിയാണ് ഓരോ മനുഷ്യനും അവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഒരു കച്ചവടക്കാരൻ അവൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മസലകൾ പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ഡോക്ടർ ഒരു പക്ഷേ അവൻ്റെ തിബ്ബുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുപോലെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള മസലകൾ അവൻ പഠിക്കേണ്ടി വരും. ഇത്തരത്തിൽ 2 രൂപത്തിലാണ് ഇൽമിനെ നമുക്ക് വേർതിരിക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന നമസ്കാരം, നമുക്കറിയാം ദിനേനെ 5 നേരവും നമ്മൾ റബ്ബിന് വേണ്ടി നമ്മൾ നമസ്കരിക്കുന്നു. ആ നമസ്കാരങ്ങൾ അതിൻ്റെ കൃത്യമായ രൂപത്തിൽ തന്നെയാണോ ഞാനും നിങ്ങളും നിർവഹിക്കുന്നത്? നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്നതുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും ആ നമസ്കാരം എത്തരത്തിലാണ് നമ്മൾ നിർവഹിക്കേണ്ടത് എന്നുള്ള രൂപങ്ങളുമൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം. അതെ, മഹാനായ പണ്ഡിതൻ അൽബാനി റഹ്മഹുള്ളയുടെ തൽഖീസു സിഫത്തി സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇൻഷാ അള്ളാഹ് അതിൻ്റെ കൃത്യമായിട്ടുള്ള എല്ലാ മേഖലകളും അടക്കിക്കൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ ദർസ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആദ്യമായിക്കൊണ്ട് 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ. അതിലാദ്യമായിക്കൊണ്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു നമ്മളെയൊക്കെ സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം അത് അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴാണ് ഒരു കാര്യം ആരാധനയാകുന്നത്? ആ ആരാധന അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നത് നമുക്കറിയാം. 2 കാര്യങ്ങളാണ് അതിന് വേണ്ടത്. ആദ്യമായിക്കൊണ്ട് ഇഖ്ലാസ് വേണം, പൂർണ്ണമായിക്കൊണ്ടുള്ള ഇഖ്ലാസ് വേണം. അല്ലാഹുവിൻ്റെ റസൂല് അതുകൊണ്ടൊക്കെ തന്നെയാണ് റിയാഇനെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. വളരെ ഗൗരവത്തിലാണ് റിയാഇനെ കുറിച്ചൊക്കെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്, അത് ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോഴും വളരെ അധികം ഇഖ്ലാസോടുകൂടിയാകണം നമ്മൾ ആ പ്രവർത്തനം ചെയ്യേണ്ടുന്നത്. രണ്ടാമതായിക്കൊണ്ട് ഇത്തിബാഉർ റസൂലാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എങ്ങനെ ഒരു പ്രവർത്തനം നമുക്ക് കാണിച്ചു തന്നോ അവിടുത്തെ അധ്യാപനങ്ങളിലൂടെ അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് നിർവഹിക്കേണ്ടത്. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാനുള്ളതല്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഇബാദത്തുകൾ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ആരാണ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തനങ്ങൾ, അതേ ഇബാദത്തുകൾ ചെയ്യുന്നത് എന്ന് നോക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ സൃഷ്ടിപ്പ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഇബാദത്തുകൾ അത് ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അഹ്സന അമലാക്കി മാറ്റുവാൻ സാധിക്കുന്നത്? അതെ, അതിന് നമ്മൾ കൃത്യമായിക്കൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ്.
നമുക്കറിയാം, നമസ്കാരത്തിൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നുള്ള വിഷയത്തിൽ 4 കാര്യങ്ങളാണ് നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് പഠിക്കേണ്ടുന്നത്. അതേ, ആദ്യമായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ റുക്നുകളാണ്. നമസ്കാരത്തിൻ്റെ റുക്നുകളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടുന്നതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് അതിൻ്റെ ഷർത്തുകളാണ്. മൂന്നാമതായിക്കൊണ്ട് അതിൻ്റെ വാജിബാത്തുകളും നാലാമതായിക്കൊണ്ട് അതിൻ്റെ സുന്നത്തുകളുമാണ്. ആദ്യമായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ റുക്നുകൾ. നമസ്കാരത്തിൻ്റെ റുക്നുകൾ എന്ന് പറയുമ്പോൾ അത് നമസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. നമസ്കാരത്തിൻ്റെ റുക്നുകൾ അത് നമസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ആ നമസ്കാരത്തിൻ്റെ റുക്നുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിക്കൊണ്ട് 5 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യമായിക്കൊണ്ട് റുക്നുകൾ നമസ്കാരത്തിൻ്റെ ഉള്ളിലാണ്. രണ്ടാമതായിക്കൊണ്ട് നിർബന്ധമായിക്കൊണ്ടും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ആ കാര്യമെങ്ങാനും മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ നമസ്കാരം അത് പൂർണ്ണമായിക്കൊണ്ടും ബാത്തിലായി പോകുന്നതാണ്. റുക്ന് ഒരു മനുഷ്യൻ മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ നമസ്കാരം പൂർണ്ണമായിട്ടും ബാത്തിലായിപ്പോയി. ഇനി മൂന്നാമതായിക്കൊണ്ട് ഒരാൾ മറന്നുകൊണ്ട് ഒരു റുക്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ് പിന്നീട് അതിൻ്റെ പ്രതിവിധി എന്താണ്? അതെ, അത്തരത്തിൽ നമുക്കറിയാം, അത് ഒരു സുജൂദ് പോലെയുള്ള റുക്കൂ പോലെയുള്ള റുക്നുകളാണ് ഒരാൾ അറിയാതെ മറന്നുകൊണ്ട് ഒഴിവാക്കുന്നത് എങ്കിൽ ആ സാഹചര്യത്തിൽ അവൻ ആ റക്അത്ത് വീണ്ടും വീട്ടേണ്ടുന്നതാണ്. അതാണ് റുക്നിൻ്റെ കാര്യത്തിൽ മൂന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഇനി ഒരാൾ റുക്ന് ചെയ്തു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നും പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇതാണ് നാലാമത്തെ കാര്യം. ഇനി ഒരാൾ മനഃപൂർവ്വം അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും അവൻ ശിക്ഷയ്ക്ക് അർഹനാണ്. ഇതാണ് റുക്നിൻ്റെ വിഷയത്തിൽ 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. റുക്ന് മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ ആ നമസ്കാരം തന്നെ ബാത്തിലായി പോകുന്നതാണ്. ഇനി മറന്നുകൊണ്ടാണെങ്കിൽ ആ റക്അത്ത് നമ്മൾ വീട്ടിയെടുക്കണം. ഇനി അഥവാ തക്ബീറത്തുൽ ഇഹ്റാം പോലെയുള്ള റുക്നാണ് മറന്നതെങ്കിൽ ആ നമസ്കാരം പൂർണ്ണമായി കൊണ്ട് മാറ്റി നമസ്കരിക്കേണ്ടുന്നതാണ്. ഇനി രണ്ടാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം നമസ്കാരത്തിൻ്റെ ശുറൂത്തുകളാണ്, ഷർത്തുകളാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വിശദമായിട്ട് നമ്മൾ പറയും. ഇനി നമസ്കാരത്തിൻ്റെ ഷർത്തുകളുടെ വിഷയത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ ആദ്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടുന്നത് ഷർത്തുകൾ അത് നമസ്കാരത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ്, അഥവാ വുദൂ പോലെയുള്ള കാര്യങ്ങൾ. ഇനി നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ നമസ്കാരം അത് ബാത്തിലായി പോകും. ഒരാൾ മനഃപൂർവ്വം വുദൂ എടുക്കാതെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നമസ്കാരം അത് ബാത്തിലായി പോകും. അടുത്തതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇനി നമസ്കാരത്തിൻ്റെ ഷർത്ത് ഒരാൾ മറന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരാൾ വുദൂ എടുക്കാതെ നമസ്കരിച്ചു, അവന് പിന്നീട് നമസ്കാരത്തിന് ശേഷം ഓർമ്മ വന്നു ഞാൻ വുദൂ എടുത്തിട്ടില്ല എങ്കിൽ അവൻ ആ നമസ്കാരം വീട്ടണം. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതിലൊരു വിഷയം ഒഴിച്ചു വെക്കുന്നുണ്ട്. ഒരാൾ നെജിസ് വഹിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്, ഒരാളുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ നെജിസ് ഉണ്ട്, അതെ നമ്മുടെ കുട്ടികൾ മൂത്രവഴിച്ച് അങ്ങനത്തെ എന്തെങ്കിലും നെജിസുകൾ ഉണ്ട് എങ്കിൽ ആ നെജിസ് കൊണ്ട് ഒരാൾ നമസ്കരിക്കുകയും അത് മറന്നു പോകുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ നമസ്കാരം അവൻ വീട്ടേണ്ടുന്നതില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അവന് നമസ്കാരത്തിനിടയിലാണ് ഈ കാര്യം ഓർമ്മ വരുന്നത് എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ആ നെജിസുള്ള കാര്യം അതവൻ്റെ തൊപ്പിയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോക്സാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് മാറ്റി വെക്കണം. എന്നിട്ട് ആ നമസ്കാരം തുടർന്നു കൊള്ളുക, മാറ്റി നിസ്കരിക്കേണ്ട. ഇനി അത്തരത്തിൽ മാറ്റുവാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഷർട്ട് പോലെയുള്ള പാൻറ് പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ കൈയഴിച്ച് പോയി അത് മാറ്റി വന്നതിന് ശേഷം നമസ്കരിക്കുക. ഇതാണ് നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് ഈ വിഷയത്തിൽ ഷർത്തുകളുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇനി ഷർത്തുകളും റുക്നുകളും നമ്മൾ മനസ്സിലാക്കി. അടുത്തതായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ വാജിബാത്തുകളാണ്. അടുത്തതായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ വാജിബുകൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരത്തിൽ ഒരുപാട് വാജിബുകളുണ്ട്. നിർബന്ധമായിക്കൊണ്ട് നമ്മൾ നമസ്കാരത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് നമസ്കാരത്തിൻ്റെ വാജിബുകൾ. അവ ഒരിക്കലും നമ്മൾ ഒഴിവാക്കുവാൻ പാടില്ല. അതെ, അത്തരത്തിൽ നമ്മൾ റുക്നുകൾ നമസ്കാരത്തിൻ്റെ വാജിബാത്തുകളിൽ പെട്ടത് തന്നെയാണ്. പിന്നെ എന്താണ് റുക്നുകളും വാജിബാത്തുകളും തമ്മിലുള്ള വ്യത്യാസം? അതെ, നമുക്ക് കാണുവാൻ സാധിക്കും റുക്നുകൾ വാജിബാത്തുകൾ തന്നെയാണ്. അത് ഹറാമായ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതെ, വ്യഭിചാരം ഹറാമാണ്, കള്ളുകുടി ഹറാമാണ്, അതുപോലെ തന്നെ ശിർക്ക് ഹറാമാണ്. എന്നാൽ ഇതൊക്കെ ഒരേപോലെയല്ല, മറിച്ച് ശിർക്ക് എന്ന് പറയുന്നത് എന്താണ്? വ്യഭിചാരത്തേക്കാൾ ഗൗരവം കൂടിയ ഹറാമാണ്. ഇതുപോലെ തന്നെയാണ് റുക്നുകളും. അതുപോലെ തന്നെ റുക്നുകൾ വാജിബാത്തുകളിൽപ്പെട്ട് വാജിബാത്തുകളെക്കാൾ കൂടുതൽ അവിടെ മുൻഗണന നൽകേണ്ടുന്ന വാജിബുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി തക്ബീറത്തുൽ ഇഹ്റാം ഒഴിച്ചുകൊണ്ടുള്ള ബാക്കിയുള്ള തക്ബീറുകൾ പോലെയുള്ള കാര്യങ്ങളാണ് നമസ്കാരത്തിൻ്റെ വാജിബാത്തുകളിൽ പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ റുക്കൂഅകളിൽ പ്രാർത്ഥിക്കുന്ന സുബ്ഹാന റബ്ബിയൽ അദീം, അതുപോലെ തന്നെ സുജൂദിൽ പ്രാർത്ഥിക്കുന്ന സുബ്ഹാന റബ്ബിയൽ അഅല, ഇതൊക്കെ നമസ്കാരത്തിൻ്റെ വാജിബുകളാണ്. ഇനി ഒരു മനുഷ്യൻ നമസ്കാരത്തിൻ്റെ വാജിബുകൾ മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ്? അവൻ്റെ നമസ്കാരം ബാത്തിലായി. ഇനി ഒരാൾ
എങ്ങാനും ആ വാജിബ് മറന്നു കഴിഞ്ഞാൽ എന്താണ്, നമസ്കാരം മാറ്റി നമസ്കരിക്കണ്ട, അവൻ്റെ റക്അത്ത് മാറ്റി നമസ്കരിക്കണ്ട, മറിച്ച് ആ റക്അത്തിൽ അവൻ എന്ത് ചെയ്യണം, അവൻ അവസാനത്തിൽ സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ മതി. ഇതാണ് വാജിബും റുക്നും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. ഇനി അടുത്തതായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ്. നമസ്കാരത്തിൽ ഒരുപാട് സുന്നത്തുകളുണ്ട്. അത് ഖൗലി ആയിക്കൊണ്ടും ഫിഅലി ആയിക്കൊണ്ടും ഒക്കെയുള്ള സുന്നത്തുകളുണ്ട്. അതിൽ പണ്ഡിതന്മാർ 20ഓളം സുന്നത്തുകൾ എണ്ണി പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിൽ കൂടുതലും അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. ഇത്തരത്തിൽ നമ്മൾ നമസ്കാരത്തിലെ സുന്നത്തുകൾ എന്ന് പറയുന്നത് അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമസ്കാരത്തിനൊന്നും സംഭവിക്കുകയില്ല. എന്നാൽ അത് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് നമസ്കാരത്തിന് കൂടുതൽ പുണ്യം ലഭിക്കുവാൻ കാരണമാകും. ഇത്തരത്തിലുള്ളതാണ് നമ്മൾ റുക്കൂഇൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയും, അത് വാജിബാണ്. അതിന് ശേഷമുള്ള പ്രാർത്ഥന എന്താണ്, അത് സുന്നത്താണ്. ഇനി നമ്മൾ സുജൂദിലുമൊക്കെ ുള്ള പ്രാർത്ഥനകൾ ഒരു തവണ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയുന്നത് വാജിബാണ്. അതിന് ശേഷമുള്ള 2 തവണയുള്ള പ്രാർത്ഥനകൾ എന്താണ്, അത് സുന്നത്താണ്. അതൊരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടുന്ന് സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടുന്ന കാര്യമില്ല. എന്നാൽ മഹാനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എങ്ങാനും ഒരു മനുഷ്യൻ സ്ഥിരമായിക്കൊണ്ട് ചെയ്യുന്ന ഒരു സുന്നത്ത് അതൊരാൾ മറക്കുകയാണ്, ഇപ്പോൾ പ്രാരംഭ പ്രാർത്ഥന പോലെയുള്ള, അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ അവസാനത്തിൽ എന്ത് ചെയ്യാം, സഹ്വിൻ്റെ സുജൂദ് ചെയ്യാം. അതും സുന്നത്താണ്, നിർബന്ധമില്ല. അങ്ങനെ ഒരാൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യം മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവന് സഹ്വിൻ്റെ സുജൂദ് ചെയ്യാം, അതിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത്തരത്തിൽ 4 കാര്യങ്ങളാണ് അഥവാ നമസ്കാരത്തിൻ്റെ റുക്നുകൾ, അതിൻ്റെ ഷർത്തുകൾ, അതുപോലെ തന്നെ അതിൻ്റെ വാജിബാത്തുകൾ, അതിൻ്റെ സുന്നത്തുകൾ. ഇത് 4ഉം ഒരാൾ അറിയൽ നിർബന്ധമാണ്. കാരണം എന്താണ്, ഇതറിയാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നമസ്കാരത്തിന് വല്ല പാളിച്ചകളും സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു സുജൂദ് മറന്നു കഴിഞ്ഞാൽ, ഒരു റുക്കൂഅ് വിട്ടുപോയി കഴിഞ്ഞാൽ, അത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ഇതിൽ മാത്രം നിൽക്കാതെ നമ്മുടെ അറിവിനെ വ്യാപിപ്പിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടുന്നതുണ്ട്. കൃത്യമായിക്കൊണ്ട് പഠിച്ച് ആ പഠിച്ച അറിവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിനെക്കുറിച്ച് വിശദമായിക്കൊണ്ട് നമ്മൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിക്കൊണ്ട് ദീനിനെ മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ.